ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെന്താ കൂട്ടുകാരെ, മഴക്കുഞ്ഞമ്മ പോയിട്ട് വീണ്ടും വന്നു. എനി ടൈമില്ല, ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും. ഭയങ്കര കാറ്റായിരുന്നു കൂട്ടുകാരെ. എൻ്റെ ഡാലിയ കുഞ്ഞ് തലയും കുത്തി വീണു. കുറച്ച് റോസുകൾ തലയും കുത്തി വീണു. എല്ലാവരും തലയും കുത്തി വീഴില്ല. പിന്നെ നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു സൈസ് പക്ഷി വന്നിട്ട് അത് സൗണ്ട് എടുക്കുക. എപ്പോഴും സൗണ്ടുകളായിരിക്കും വീഡിയോയിൽ. നിങ്ങൾക്ക് ശല്യമാവുന്നുണ്ടോ കൂട്ടുകാരെ? പിന്നെന്താ, നിങ്ങളുടെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ? തളിർപ്പൊക്കെ വരുന്നുണ്ട്, അതനുസരിച്ച് കീടങ്ങളും വരുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ പ്ലാന്റുകളെല്ലാം എത്ര ക്ലീനാക്കിയാലും ഈ മഴക്കുഞ്ഞമ്മ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് യെല്ലോ ലീഫ് ആകുന്നുണ്ട്. യെല്ലോ ലീഫും ഉണ്ട്, സ്റ്റമ്മുകൾ ലീഫാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എല്ലാ ടൈമും ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മുടെ പ്ലാന്റ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം കേട്ടോ. ഞാനും നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പലതരത്തിലുള്ള കീടങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റിൽ. പല രീതിയിൽ പുതിയ പുതിയ വർണ്ണങ്ങളിലും പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും വരുമെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും നമ്മുടെ ചെടിമക്കളെ നമ്മൾ ചെക്ക് ചെയ്യുക. ഞാനുണ്ടല്ലോ കൂട്ടുകാരെ, ഇന്നലെ എൻ്റെ ഒരു ബേബി റൊമാൻറ്റിക് റോസ് ഉണ്ട്, വലിയ മരമായത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ, നമുക്ക് അവളെ കാണാം. ഇത് കണ്ടോ, എൻ്റെ ബേബി റൊമാൻറ്റിക്കാണ് ഈ കാണുന്നത്. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇതിനെ കൊഞ്ചിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്നപ്പോഴേക്കൊണ്ടടാ ഇത് ഇവിടെ ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഞാനിവിടെ ബാൻഡേഡ് ആക്കി വെച്ചേക്കണേ. എന്നിട്ട് ഇതിൻ്റെ ആ തണ്ടുണ്ടല്ലോ, ആ തണ്ട് ഒരു ചെറിയൊരു ഹോള്. ആ ഹോളിൽ എന്തൊക്കെയുണ്ട്. എനിക്ക് അധികം കുനിയാൻ പറ്റത്തില്ലല്ലോ കൂട്ടുകാരെ. എന്നാലും ഞാൻ ചെയറെടുത്തിട്ടൊന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് എന്തോ ബ്ലാക്ക് കളറിലെന്തോ കുഞ്ഞു കീടങ്ങൾ വരുന്നുണ്ട്. എനിക്ക് എന്ത് കീടമാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം തന്നെ അവിടെ ക്ലീൻ ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് ബഡ്സൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ കുറച്ച് സാഫ് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് അവിടെ കെട്ടി വെച്ച് പ്ലാസ്റ്റിക് കവറിട്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ കൊച്ചുങ്ങളെ രക്ഷിക്കണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. രക്ഷപ്പെടുമായിരിക്കും. പ്ലാന്റിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിലാ എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിനെ കൊന്നാന്. അങ്ങനെ അപ്പം നമ്മൾ സമയം കിട്ടുമ്പോൾ ഇതുങ്ങളെ കൊഞ്ചിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ തണ്ടുകളുണ്ടല്ലോ, ഈ സ്റ്റമ്മുകളൊക്കെ ഒന്നിങ്ങനെ ലീഫുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കണം. യെല്ലോ ലീഫായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയണം. യെല്ലോ ലീഫുകൾ ഇതിങ്ങനെ പിടിച്ച് അമർത്തി ഇങ്ങനെ അടർത്തി കളയണം കേട്ടോ. അങ്ങനെ വലിച്ചു പറിക്കരുത്, അതുങ്ങളെ വേദന എടുപ്പിക്കരുത് കേട്ടോ. അതുങ്ങളും ഇങ്ങനെ കീടങ്ങളിൽ നിന്നും മഴക്കുഞ്ഞമ്മയിൽ നിന്നും എല്ലാം കുറേ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മളതനുസരിച്ച് അവരോടും പെരുമാറണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്നേ. അതെ, എനിക്ക് പ്രാന്തുണ്ട്, അത് വേറെ കാര്യം. എന്നെപ്പോലെ ഒത്തിരി പേരുണ്ടാവും ഈ ലോകത്ത് പ്രാന്തുള്ളവർ. പിന്നെ നമുക്ക് മഴയില്ലാത്ത ടൈമിൽ സ്യൂഡോമോണസ് കുറച്ചുകൂടി എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ലീഫുകൾക്ക്. കാരണം മഴക്കുഞ്ഞമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫംഗസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ റോസ് ചെടികളെപ്പോഴും ഒത്തിരി വാട്ടറിങ്ങും ഒത്തിരി ഫെർട്ടിലൈസറും എല്ലാം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. പക്ഷേ ഇതൊരു ഭയങ്കര വാട്ടറിങ്ങുമായിപ്പോയി. ഈ മഴ ഇത്ര സമയമായിട്ടും നമ്മുടെ അടുത്ത് നിന്ന് പോകാത്തത്. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തമ്പുരാൻ തന്നെ വിചാരിക്കണ്ടേ, തമ്പുരാൻ്റെ പ്ലാൻ പോലെ നടക്കട്ടെ. അപ്പം നമുക്ക് സ്യൂഡോമോണസ് നേരത്തെ നമ്മൾ സ്പ്രേ ചെയ്തില്ലേ? എങ്ങനെയാണ് സ്പ്രേ ചെയ്തത്? ആരും മറന്നു പോയിട്ടില്ലല്ലോ. 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അതൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് മീതിലത്തെ മാത്രം തെളി മാത്രം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പ്ലാന്റും ലീഫും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ സാഫോ മഞ്ഞൾപ്പൊടിയോ ഒന്നും വേണ്ട. പിന്നെ 10 ഡേയ്സ് ഗ്യാപ്പിലൊന്നും വേണ്ട. ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞിട്ട് മാത്രം വേറെ എന്തെങ്കിലും സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. സ്യൂഡോമോണസ് ഉഗ്രന 10 ദിവസം വരെ ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക എപ്പോഴും കേട്ടോ. വേറെ എന്താ, ഇപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ടൊക്കെ കുറവാണ്. എന്നും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ തന്നെ എപ്പോഴും ഉണ്ട്. എനിക്കറിയാം പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണോ എന്തരാണോ ആവോ. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻ്റ് ഇടുക. അതില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന കൂട്ടുകാരല്ലേ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എന്നെപ്പോലുള്ളവർക്ക് വേണം കേട്ടോ. നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്താൽ എന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ട്. കമൻ്റ് ഇട്ടായാലും ലൈക്കായാലും എന്തായാലും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒത്തിരി 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ. ഓക്കെ, ടാറ്റ, ബൈ.